ഇപ്പോഴത്തെ ചാനൽ ചർച്ചയ്ക്കൊക്കെ നല്ല ഭംഗിയാണ്. ഭംഗി വേറൊന്നുമല്ല, കുറിക്ക് കൊള്ളുന്ന മറുപടികളാണ് ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജെൻസികളും മറ്റുള്ളവരുമൊക്കെ വളരെ കൃത്യമായി കൊടുക്കുന്നത്. ഞാനിതിന് മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ അർണബിന് ഒരു മറുപടി ഒരു ജെൻസി ഒരാൾ കൊടുത്തത്. അത് അദ്ദേഹത്തിൻ്റെ ചാനൽ ഫ്ലോറിലായിരുന്നില്ല, മറ്റൊരു യൂട്യൂബ് വീഡിയോയിലായിരുന്നു. എന്നാൽ ചാനൽ ഫ്ലോറിൽ തന്നെ ദേ ഒരു ചർച്ചയൊന്ന് കേട്ട് നോക്കൂ. അപ്പർ കാസ്റ്റ് ആണോ അപ്പേഡ് കാസ്റ്റ് ആണോ? ചോദ്യം രസകരമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചർച്ചയ്ക്കിടയിലുള്ള വാദം. അതായത് ഞാനൊരു അപ്പർ കാസ്റ്റ് ഹിന്ദുവാണ്, ഞാനൊരു ബ്രാഹ്മണാണ്. അപ്പർ കാസ്റ്റ് ഹിന്ദു, ഉയർന്ന ജാതി ശ്രേണിയിലുള്ള ഹിന്ദുവാണ് ഞാനെന്നാണ് വാദം. First of all, when you say I'm upper caste, the terminology itself carries discrimination. You should say upper caste because you are not upper by birth and there is no one lower by birth. They were lowered by the society because of caste discrimination. Agreed with it. എന്താ ക്ലാസ് മറുപടി? അർണബേ, നിങ്ങൾ അപ്പർ കാസ്റ്റ് എന്ന് പറയരുത്, അപ്പേർഡ് കാസ്റ്റ് എന്ന് പറയണം. യു ആർ മെയ്ഡ് അപ്പർ കാസ്റ്റ് ബൈ സംബഡി, നോട്ട് ബൈ ബർത്ത്. ജന്മം കൊണ്ട് നിങ്ങൾ ഉയർന്ന ശ്രേണിയിൽ ജനിച്ചവൻ എന്നർത്ഥമില്ല. ആരും ഇവിടെ താഴ്ന്ന ശ്രേണിയിൽ ജനിക്കുന്നുമില്ല. ജന്മം എല്ലാവർക്കും തുല്യമാണ്. ഒരുപോലാണല്ലോ പ്രസവിക്കപ്പെടുന്നത്, ഒരുപോലാണല്ലോ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അപ്പർ കാസ്റ്റ് എന്ന് പറയരുത്, മറിച്ച് അപ്പേർഡ് കാസ്റ്റ് എന്ന് പറയണം. എന്ന് വെച്ചാൽ മറ്റ് ചിലരാൽ ഉയർത്തപ്പെട്ടത്. ഈ രാജ്യത്ത് ജാതി വ്യവസ്ഥ ഉള്ളതുകൊണ്ട് ആ ജാതി വ്യവസ്ഥയാൽ ഉയർത്തപ്പെട്ടതാണ് നിങ്ങൾ എന്ന് നിങ്ങൾ പറയണം. അല്ലാതെ നിങ്ങൾ അപ്പർ കാസ്റ്റ് അല്ല, നിങ്ങൾ അപ്പേർഡ് കാസ്റ്റാണ്. എന്താ മറുപടി? എന്താ അതിൻ്റെ ഒരു പെർഫെക്ഷൻ? എന്താ അതിൻ്റെ ഒരു കംപ്ലീറ്റ്നെസ്? എന്താ അതിൻ്റെ ഒരു പൂർണ്ണത? വളരെ മനോഹരമല്ലേ? ഈ അടുത്ത സമയത്താണ് മല്ലികാർജുന ഖാർഗെ പങ്കെടുത്ത, എത്രയോ വലിയ ഒരു നേതാവാണ് അദ്ദേഹം, എത്രയോ ത്യാഗം സഹിച്ചവനാണ്. ദേശീയതയിൽ ആർക്കും കലർപ്പുണ്ടാവില്ല എന്ന് മാത്രമല്ല, അത്രമേൽ ദേശീയവാദിയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം പങ്കെടുത്ത ഒരു ചടങ്ങിന് ശേഷം ആ വേദി ശുദ്ധകലശം നടത്തി. അവിടെ ഒരു താഴ്ന്ന ജാതിക്കാരൻ അതിൽ ഉണ്ടായിരുന്നു എന്നതിനാണ് ഈ സംഗതി ചെയ്തത്. അപ്പോൾ ഇവരെല്ലാവരും എന്തൊരു താല്പര്യത്തെയാണ് മുറുകെ പിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നിരിക്കുന്നത്. ഐ എം ആൻ അപ്പർ കാസ്റ്റ് ഹിന്ദു, ഐ എം എ ബ്രാഹ്മൺ എന്ന് പറഞ്ഞാൽ ആ ബോധ്യമാണ് ഈ അഹങ്കാരത്തിന് പിന്നിൽ. നമ്മുടെ ദേവാസുര സിനിമയിൽ മനസ്സിൻ്റെ ഉള്ളിൽ ആ അഹങ്കാരവും പേറി നടന്നിട്ട് അവസാനം അടിച്ചുതളിക്കാരിയുടെയാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു തകർച്ചയുണ്ടല്ലോ, അത്തരമൊരു മനോവികാരത്തെയാണ് ഒരു ജെൻസി വളരെ മനോഹരമായി ചോദ്യം ചെയ്തത്. ആരാടാ അപ്പർ കാസ്റ്റ് എന്ന ന്യായമായി ചോദിച്ചത്? അപ്പറാക്കിയത് ഈ സമൂഹത്തിലെ ജാതി വ്യവസ്ഥയാണ്. അല്ലാതെ ജന്മന അപ്പറെന്ന് അവകാശപ്പെടാനൊന്നുമില്ല, ലോവറെന്ന് അവകാശപ്പെടുന്നവരുമില്ല. എല്ലാവരും ബൈ ബർത്ത് ഈക്വലാണ്. ഭരണഘടനയ്ക്ക് മുന്നിൽ, മനുഷ്യവ്യവസ്ഥിതിക്ക് മുന്നിൽ, സിദ്ധാന്തങ്ങൾക്ക് മുന്നിൽ. പക്ഷേ ഇന്ത്യയിൽ മാത്രം സവിശേഷമായി ഇത് ഉയർത്തിയതാണ് എന്നതാണ് ആ വാദം. അത്തരം ചില വാദങ്ങളെയാണ് സെമറ്റിക് റിലീജിയൻസ് ചോദ്യം ചെയ്തത്. അവിടെയാണ് മനുഷ്യർ അസ്തിത്വവും സ്വത്വവും തേടി പലയിടത്തേക്കും പോയത്. ആ വാദങ്ങൾ ഇപ്പോഴും ആഘോഷിക്കുന്നവരാണ് ഇതുപോലെ ചാനൽ നടത്തിപ്പുകാരും മറ്റു പല സെലിബ്രിറ്റികളും. അതറിയാതെ സ്കിപ്പായി വീഴുന്നതാണ്. പക്ഷേ ഇപ്പോൾ ജെൻസിയുടെ കൈകളിലേക്ക് എത്തുമ്പോൾ അതങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്നില്ല എന്നതാണ് ഒരു വാസ്തവം.